പലരും പറയാറുണ്ട് ഫ്ലാറ്റുകൾക്ക് ആയുസ് കുറവാണെന്ന്. സത്യത്തിൽ നമ്മൾ നാട്ടിൽ എടുക്കുന്ന മറ്റ് ബിൽഡിങ്ങുകളുടെ അല്ലെ നല്ല വീടുകളൊക്കെ എടുക്കുന്ന അതേ രീതിയിലുള്ള ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഫ്ലാറ്റുകളും പണിയുന്നത്. കൂടാതെ നമ്മുടെ മറ്റു നിർമ്മാണങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ അതിലും കൂടുതലായിട്ട് മറ്റ് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയും എല്ലാവിധ സർട്ടിഫിക്കേഷനും ക്വാളിറ്റിയും അഷ്വർ ചെയ്തിട്ടാണ് ഫ്ലാറ്റുകളുടെ നിർമ്മാണം നടക്കുന്നത്. ഫ്ലാറ്റുകളുടെ കേസിൽ അങ്ങനെ ഹിഡൻ കോസ്റ്റ് എന്നുള്ളത് ഇപ്പോൾ കേരള വന്നതിന് ശേഷം അങ്ങനെ ഒരു ഹിഡൻ കോസ്റ്റ് എന്നൊരു സംഗതിയില്ല. പക്ഷേ അതേ ടൈമിൽ നമ്മളുടെ പ്രൈസ് ലിസ്റ്റിൽ തന്നെ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന കുറേ കോസ്റ്റുകളുണ്ട്. ഇപ്പം നമ്മുടെ ഈ കോമൺ അമ്യൂണിറ്റീസിൻ്റെ യൂട്ടിലിറ്റീസിന് ഇതിനെല്ലാം അഡീഷണൽ ചാർജസ് സാധാരണ ചെയ്യും. അത് കൂടാതെ രജിസ്ട്രേഷൻ കോസ്റ്റ് ഉണ്ടായിരിക്കും, പിന്നെ ടാക്സസ് വരും, പിന്നെ അതൊന്നും അല്ലാതെ നമ്മുടെ മെയിൻ്റനൻസ് ചാർജിലേക്കുള്ള ഡെപ്പോസിറ്റുകൾ, ഇങ്ങനെ എന്തെല്ലാം അഡീഷണൽ ചാർജസ് ചെയ്യുന്നുണ്ടോ അതെല്ലാം നേരത്തെ നമ്മുടെ കസ്റ്റമറുമായിട്ട് അത് ഷെയർ ചെയ്ത് അവർക്കതിൻ്റെ ഇൻഫർമേഷൻ കൊടുത്തതിന് ശേഷം അത് എഗ്രിമെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു രീതിയിൽ മാത്രം ആ എമൗണ്ട് മാത്രമേ അതിൽ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ഹിഡൻ കോസ്റ്റായിട്ട് ഒരിക്കലും ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൈസിലുണ്ടാവില്ല. അത് നേരത്തെ ഫ്ലാറ്റ് വാങ്ങുന്നതിന് മുമ്പ് തന്നെ കസ്റ്റമർ അത് ബിൽഡറുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അതൊരു വളരെ ക്ലിയർ ആക്കിയിട്ട് ഏതൊക്കെയാണ് അഡീഷണൽ കോസ്റ്റ് എന്നുള്ളത് പറഞ്ഞു തരും.